നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജോബ് വർക്ക് ഇൻ ഓർഡറിനെ കുറിച്ചിട്ടാണ്. ജോബ് വർക്ക് ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർഡർ കിട്ടുകയാണ്. അതായത് ഒരു ഐറ്റം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ നമ്മൾക്ക് ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ആ കാറിൻ്റെ എല്ലാ പാർട്സുകളും അവരുണ്ടാക്കുന്നില്ല. ചില പാർട്സുകളൊക്കെ ഉണ്ടാക്കാൻ അവർ വേറെ ആൾക്കാർക്ക് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടയർ ഉണ്ടാക്കണമെങ്കിൽ വേറൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ജോബുകൾ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജോബ് വർക്ക് ഔട്ടും ഉണ്ട്, ജോബ് വർക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ജോബ് വർക്ക് ഔട്ടിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ജോബ് വർക്ക് ഇന്നിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോബ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾക്ക് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഓർഡർ ഇങ്ങോട്ട് കിട്ടും. നമ്മൾ അത് മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത് ബാഗ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. എനിക്ക് വേറൊരു ഐഡിയയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com. അപ്പോൾ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജോബ് വർക്ക് ഇൻ ഓർഡർ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗോഡൗൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മെറ്റീരിയൽസ് എല്ലാം എവിടെ സ്റ്റോർ ചെയ്യുന്നു അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ 2 വൗച്ചർ ടൈപ്പുകൾ നമ്മൾ ഓൾട്ടർ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ ആക്ടിവേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗോഡൗൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഗോഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റിലേക്കാണ് പോകേണ്ടത്. അതിൽ നമുക്ക് ഗോഡൗൺ സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ ചോദിച്ചു, ഡു യു വാണ്ട് ടു ഓൾട്ടർ മെയിൽ ലൊക്കേഷൻ ഓർ ക്രിയേറ്റ് എ ന്യൂ ഗോഡൗൺ. നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഓൾട്ടർ ചെയ്യിച്ചു. ഇവിടെ നമുക്ക് ഗോഡൗണിൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ ജോബ് വർക്ക് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഗോഡൗണിൻ്റെ പേര് കൊടുക്കാം. അണ്ടർ എന്നുള്ളത് നമുക്ക് മെയിൽ ലൊക്കേഷനിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അണ്ടർ മെയിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും അലോ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ, യെസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴത്ത് കുറച്ച് ഓപ്ഷൻസ് വരും, യൂസ് ഫോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്താൽ മതി. ഈ ഗോഡൗണിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും, എനേബിൾ തേർഡ് പാർട്ടി സ്റ്റോക്ക് ഡീറ്റെയിൽസ്. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ചോദിക്കും. അവർ സ്റ്റോക്ക് വിത്ത് തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജോബ് വർക്ക് ഇൻ ആണ്. അതായത് നമ്മൾക്ക് പാർട്ടി മെറ്റീരിയൽസ് അയച്ചു തരും, നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് ഓർഡർ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്, തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസ്, അതായത് തേർഡ് പാർട്ടിയുടെ സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. യെസ് കൊടുത്ത് ഇത് നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇപ്പോൾ ഗോഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് F11 പോയിട്ടാണ് ഒരു ഓപ്ഷൻ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി എടുത്തു, ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. F11 ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, എനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ എനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന ഓപ്ഷൻ, ഞാനിത് ഓൾറെഡി യെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് 2 വൗച്ചർ ടൈപ്പുകളെ നമ്മൾ ഓൾട്ടർ ചെയ്തെടുത്തിട്ട് കുറച്ച് ചേഞ്ചസ് അവിടെ വരുത്തുകയാണ് ചെയ്യേണ്ടത്. അതായത് മെറ്റീരിയൽ ഇന്നും മെറ്റീരിയൽ ഔട്ടും.
കാരണം നമ്മൾക്ക് റോ മെറ്റീരിയൽസ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വെച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പ് എടുത്തു. അതിൽ നമ്മൾക്ക് മെറ്റീരിയൽ ഇൻ പറഞ്ഞിട്ട് ഗോഡൗൺ നമുക്ക് തരും. മെറ്റീരിയൽ ഇൻ പറഞ്ഞിട്ടുള്ള വൗച്ചർ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇന്നെടുത്തു. ഇവിടെ നമുക്ക് സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ മെറ്റീരിയൽ ഇന്നിലേക്ക് കൊടുത്തു. ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യെസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, യൂസ് ഫോർ ജോബ് വർക്ക്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു. അതിൻ്റെ അടിയിൽ തന്നെ യൂസ് ഫോർ ജോബ് വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ യെസ് കൊടുത്ത് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, മെറ്റീരിയൽ ഔട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, യൂസ് ഫോർ ജോബ് വർക്ക് എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്തു. ഇവിടെ യൂസ് ഫോർ ജോബ് വർക്ക് എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്ത് ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു. ഇപ്പോൾ 2 വൗച്ചർ ടൈപ്പിനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് എടുത്തു. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ് വർക്ക് ഇൻ ഓർഡറിനെയാണ് നമുക്കൊന്ന് ഓർഡർ ചെയ്തിട്ടെടുക്കേണ്ടത്. ജോബ് വർക്ക് ഇൻ ഓർഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ചോദിക്കും, അലോ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് ഓൾറെഡി യെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണെങ്കിൽ നമുക്ക് റേറ്റ് ഇല്ലാതെ ഒരു എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജോബ് ഓർഡർ കിട്ടി. അപ്പോൾ നമ്മൾ റേറ്റ് ഒന്നും കാണിക്കുന്നില്ല. കാരണം നമ്മളിത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളല്ലല്ലോ ഇത് വിൽക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായത്. ഫസ്റ്റിലെ എൻട്രി പറയുന്നത് നമുക്ക് ജോബ് വർക്ക് ഓർഡർ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാഗ് ഉണ്ടാക്കണ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് ഉണ്ടാക്കാനുള്ള ഓർഡർ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതിനാണ് ചെയ്യുക, നമ്മുടെ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമ്മൾ അതർ വൗച്ചേഴ്സാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെങ്കിൽ നമ്മൾ ജോബ് വർക്ക് ഇൻ ഓർഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് വർക്ക് ഇൻ ഓർഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോബ് വർക്ക് ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് 1ാമത്തെ ഓർഡറാണ് കിട്ടുമെങ്കിൽ നമ്മൾ നമ്പർ 1 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ആരടുത്തു നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. നമുക്ക് ഇവിടെ വെച്ച പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി അടിച്ചു. ഇപ്പോൾ SK ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. SK ട്രേഡേഴ്സ് എന്നുള്ളത് അടിച്ചു. അണ്ടർ എന്താണ്, സൺട്രി ഡെറ്റർ. സൺട്രി ഡെറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. പാർട്ടിയുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും ഡെസ്പാച്ച് എടുത്തു. എന്തിനാണ് ഡെസ്പാച്ച് ചെയ്യുന്നത്, എവിടേക്കാണ്, ഡെസ്റ്റിനേഷൻ എവിടേക്കാണ്, കാരിയർ നെയിം ഓർ ഏജൻറ്റ്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. മോഡ് ടേംസ് ഓഫ് പേയ്മെൻറ്റ്, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ മോഡ് എന്താണ്, ഡ്യൂറേഷൻ ഓഫ് പ്രോസസ് നമുക്ക് എത്ര ദിവസമാണ്, ഇപ്പോൾ 30 ഡേയ്സ് ആണെങ്കിൽ നമുക്ക് 30 ഡേയ്സിലേക്ക് കൊടുക്കാം. നാച്ചർ ഓഫ് പ്രോസസ്സിങ് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്കിവിടെ ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഗിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. പാർട്ടിയുടെ ലെറ്റർ എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഓർഡർ നമ്പർ എടുത്തു. നമുക്ക് നെയിം ഓഫ് ഐറ്റം, ഏത് ഐറ്റത്തിനാണ് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബാഗാണ് നമുക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ബാഗിനാണ് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഓൾട്ട് സി അടിച്ച് നമുക്ക് ബാഗ് എന്നുള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ബാഗ് എന്താണ്, അണ്ടർ എന്നുള്ളത് നമുക്ക് എന്താണ് ഗ്രൂപ്പ് കൊടുക്കാം, ഫിനിഷ് ഗുഡ്സ്. നമുക്കിവിടെ ഫിനിഷ് ഗുഡ്സ് എന്നിട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. യൂണിറ്റ് നമ്പറിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ബാഗാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഈ ബാഗ് ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബാഗ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുക. ബോം എന്ന് പറയും. അപ്പോൾ ഈ ബോമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബ്രെഡ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണാത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണ്, ഈ ബാഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഓപ്ഷൻ ചോദിക്കും. സെറ്റ് കമ്പോണൻസ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ കമ്പോണൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചിരുന്ന F12 അടിച്ചാൽ മതി. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കും സെറ്റ് കമ്പോണൻറ്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരും. ഇവിടെ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും നെയിം ഓഫ് ബോം, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബോമിൻ്റെ പേര്. ഞാനിവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നുള്ളത് കൊടുത്തു. ബിൽ ഓഫ് മെറ്റീരിയൽ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാനുള്ളതാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1 കൊടുത്തു. ഒരു ബാഗ് ഉണ്ടാക്കാൻ എന്തെല്ലാം ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഈ ഒരു ബാഗ് ഉണ്ടാക്കാനുള്ള കമ്പോണൻ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾട്ട് സി അടിച്ചു. ഇവിടെ നമുക്ക് കൊടുക്കാം ലെതർ എന്നുള്ളത് കൊടുത്തു. അണ്ടർ എന്നുള്ളത് നമുക്ക് റോ മെറ്റീരിയൽ ആണത്. നമുക്കിവിടെ റോ മെറ്റീരിയലിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു.
ഇവിടെ നമുക്ക് യൂണിറ്റ്സ് നമുക്ക് കൊടുക്കാം. മീറ്റർ എന്നുള്ളതിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. GST ആപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് HSN കോഡ് കൊടുത്തു. വീണ്ടും നമ്മളിവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇതിൻ്റെ ടാക്സ് ആയിട്ട് നമ്മുടെ 5% കൊടുത്തു. ജസ്റ്റ് നമ്മുടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഗോഡൗൺ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജോബ് വർക്ക് എന്നുള്ള ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. കമ്പോണൻറ്റ് ഇപ്പോൾ നമുക്ക് ഒരു ബാഗ് ഉണ്ടാക്കാൻ നമുക്ക് 1 മീറ്റർ ലെതറാണ് ആവശ്യം. അപ്പോൾ നമ്മൾ 1 മീറ്റർ കൊടുത്തു. അടുത്തായിട്ട് നമുക്കിവിടെ ഓൾട്ട് അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. ചെയിൻ എൻ്റർ അടിച്ചു. അണ്ടർ എന്നുള്ളത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു. യൂണിറ്റ് നമ്പറിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. GST ആപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് HSN കോഡ് കൊടുത്തു. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. 5% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജോബ് വർക്ക് എന്നുള്ള ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. കമ്പോണൻറ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ കമ്പോണൻറ്റ് നമ്മളിവിടെ 1 കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇത് നമ്മുടെ ബാഗ് ഉണ്ടാക്കുന്നിടത്താണ് നിൽക്കുന്നത്. കമ്പോണൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇതിൽ നമുക്ക് GST ആപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയറിലേക്ക് കൊടുത്തു. ഇതിൻ്റെ HSN കോഡ് കൊടുത്തു. നമ്മളിവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഇയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. 12% കൊടുത്തു. ഗുഡ്സ് കൊടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും ട്രാക്ക് കമ്പോണൻറ്റ്സ് കൊണ്ടിവിടെ ചോദിക്കും. അത് യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂ ഓൺ നമ്മൾ എന്നാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഓർഡർ കിട്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നാണ് കൊടുക്കുന്നത്? നമുക്ക് 1 മെയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 മെയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ഏത് ഗോഡൗണാണ്? അപ്പോൾ ഗോഡൗൺ എന്താണ്? ജോബ് വർക്ക് എന്നുള്ള ഗോഡൗണിലേക്ക് കൊടുത്തു. എത്ര ക്വാണ്ടിറ്റിയാണ്? ഇപ്പോൾ ഒരു 50 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് 50 അപ്പോൾ 50 അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സിലേക്കാണ് വരിക. ഇവിടെ ചോദിക്കും ഫിൽ കമ്പോണൻറ്റ്സ് യൂസിങ് ബിൽ ഓഫ് മെറ്റീരിയൽ, അതായത് എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പെൻഡിങ് ടു റിസീവ്. കാരണം ഈ ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് റോ മെറ്റീരിയൽസ് ആണ്. ഇത് അവർ നമുക്ക് അയച്ചു തന്നിട്ടില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വെക്കണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പെൻഡിങ് ടു റിസീവ് എന്നുകൊണ്ട് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ ഇപ്പം നമ്മൾ റേറ്റ് കൊടുക്കുന്നില്ല. കാരണം നമ്മളുടെ ഹലോ സീറോ വാല്യൂ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ റേറ്റ് കൊടുക്കുന്നില്ല. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. നമ്മളൊരു ജോബ് വർക്ക് ഇൻ ഓർഡർ നമ്മൾ സേവ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് സമ്മറി എടുക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല. കാരണം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓർഡറുകൾ പെൻഡിങ് ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ജോബ് വർക്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓർഡേഴ്സ് കൊണ്ടിവിടെ കാണാൻ പറ്റും. ഓർഡേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണും ഇൻ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാഗ് ഉണ്ട് 50 നമ്പറിന് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണെങ്കിൽ അവർ നമുക്ക് മെറ്റീരിയൽസ് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇൻ എന്ന് പറഞ്ഞ ഗോഡൗണിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ അതർ വൗച്ചേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കാണിക്കും മെറ്റീരിയൽ ഇൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ മെറ്റീരിയൽ ഇന്നിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് ആരെടുത്താണ് നമുക്ക് കിട്ടുന്നത്. എസ്കേറ്റേരിയൽസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഓർഡർ നമ്പർ 1ലേക്കാണ് നമുക്ക് ഗുഡ്സ് കിട്ടുന്നത്. ഓർഡർ നമ്പർ 1ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ വീണ്ടും എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ഗോഡൗൺ ചോദിക്കും. അപ്പോൾ സോഴ്സ് ഗോഡൗണിൽ നമ്മൾ ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. അപ്പോൾ ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതായത് നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള ഓർഡറിലേക്കാണല്ലോ. അപ്പോൾ ലെതർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഓർഡർ നമ്പർ 1 എന്നുള്ളതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് 50 മീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം നമുക്കിവിടെ ചെയിനാണ്. ചെയിൻ കൊടുത്തു. ഓർഡർ നമ്പർ 1 എന്നതിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് 50 നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ ഒരു വിൻഡോ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം.
സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമുക്ക് സ്റ്റോക്കായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മളുടെ കമ്പനിയിലേക്ക് സ്റ്റോക്കായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്താണ്, ഇത് തേർഡ് പാർട്ടിയുടെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ റിപ്പോർട്ടിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്നും കാണില്ല. തേർഡ് പാർട്ടിയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കമ്പനിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്ക് കാണില്ല. അപ്പോൾ ആ സ്റ്റോക്ക് നമുക്ക് അറിയണം എന്ന് വിചാരിക്കുക. നമ്മൾ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ Ctrl+B അടിച്ചാൽ മതി. Ctrl+B അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കും ഗോഡൗൺ ടൈപ്പ് ചോദിക്കും. അപ്പോൾ ഗോഡൗൺ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത്. അതായത് തേർഡ് പാർട്ടിയുടെ സ്റ്റോക്കാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മളുടെ സ്റ്റോക്ക് അല്ലാതെ നമുക്ക് അവർ ഓർഡർ തന്നിട്ടുള്ളതാണ് ബാഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇത് Ctrl+A അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു. ഇപ്പോഴും നമുക്കിവിടെ സ്റ്റോക്കൊന്നും വന്നിട്ടില്ല. നമുക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് F5 അടിക്കുക. ഇപ്പോൾ F5 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണിക്കും, നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ചെയിനും അതേപോലെ തന്നെ ലെതറും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക്. കാരണം നമ്മുടെ കമ്പനിയിൽ ഇതിൻ്റെ സ്റ്റോക്ക് ഇല്ല, നമ്മളുടെ തേർഡ് പാർട്ടിയുടെ സ്റ്റോക്കാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പം നമുക്ക് മെറ്റീരിയൽ നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബാഗ് നമുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, വൗച്ചർ ടൈപ്പ് എടുത്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രെഡ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പേര് കൊടുക്കാം, മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പേര് കൊടുക്കാം. ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളടത്ത് നമുക്ക് സ്റ്റോക്ക് ജേണലിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിലിവിടെ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ എന്നിട്ട് കാണിക്കും. Alt F7 അടിച്ചാൽ മതി. നമുക്ക് Alt F7 അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബാഗാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബാഗ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഗോഡൗൺ, നമുക്ക് ഏത് ഗോഡൗൺ ആണുള്ളത്, നമുക്ക് ജോബ് വർക്ക് എന്നുള്ള ഗോഡൗൺ ആണുള്ളത്. ക്വാണ്ടിറ്റി നമ്മൾ 50 ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 50 ബാഗ് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 50 ബാഗ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. 50 മീറ്റർ ലെതറും അതേപോലെ തന്നെ 50 നമ്പർ ചെയിനും നമുക്കിവിടെ വന്നു. അപ്പോൾ നമുക്ക് റേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നില്ല, കാരണം നമ്മളല്ലല്ലോ ഇത് വിൽക്കുന്നത്. നമ്മളിത് ജസ്റ്റ് ഉണ്ടാക്കി പാർട്ടിക്ക് കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ പാർട്ടിയാണ് വിൽക്കുന്നത്, നമുക്കിത് മാനുഫാക്ചറിങ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അഡീഷണൽ കോസ്റ്റുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളല്ല ഇത് സെയിൽ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തത് എന്താണ്, നമ്മുടെ ഈ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പാർട്ടിക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതിലാണ് ചെയ്യുക, മെറ്റീരിയൽ ഔട്ട് എന്നുള്ള വൗച്ചർ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുക. റോ മെറ്റീരിയൽസ് കിട്ടിയപ്പോൾ നമ്മൾ ഏതിൽ ചെയ്തു, മെറ്റീരിയൽ ഇൻ എന്നുള്ള വൗച്ചർ ടൈപ്പിലാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏതിൽ ചെയ്യണം, മെറ്റീരിയൽ ഔട്ടിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. എങ്ങനെയാണ് മെറ്റീരിയൽ ഔട്ട് എന്നുള്ള വൗച്ചർ ടൈപ്പ് എടുക്കുക, ഇവിടെ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ മെറ്റീരിയൽ ഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, SK ടൈലേഴ്സിനാണ്. SK ടൈലേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓർഡർ നമ്പറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓർഡർ നമ്പർ 1 എന്നുള്ളതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. നമുക്കിവിടെ എൻ്റർ അടിക്കാം. ഇവിടെ ഡെസ്പാച്ച് ഡോക്യുമെൻറ്റ് നമ്പർ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. ഇവിടെ നമുക്ക് പ്രോസസ്സിംഗ് ഡേറ്റ് നമ്മളുടെ 30 ഡേയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ബാഗ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഓർഡർ നമ്പർ 1 എന്നുള്ളതിലേക്ക് നമ്മൾ 50 ബാഗ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 50 ബാഗ് എന്താണ് നമ്മുടെ പാർട്ടിക്ക് നമ്മൾ 50 ബാഗ് നമ്മൾ സെൻഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ജോബ് ഓർഡർ
പ്രോസസ് ഇൻ എന്നുള്ളതിലേക്ക് വരുന്നത്. അതായത് നമുക്ക് പാർട്ടി ഓർഡർ ഉണ്ടാക്കാനുള്ളത് തരുന്നു, നമ്മൾ അതിലുള്ള റോ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യണത്? പാർട്ടിക്ക് നമ്മുടെ മെറ്റീരിയൽ ഔട്ടിൽ നമ്മൾ ചെയ്യുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി നമ്മൾക്ക് ഒരു പേയ്മെൻറ്റ് നമുക്ക് തരും. ഇനി നമ്മുടെ മെറ്റീരിയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടി നമുക്ക് ഒരു പേയ്മെൻറ്റ് തരും. അപ്പോൾ അത് നമുക്ക് സെയിൽസ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സെയിൽസ് എടുത്തു, പാർട്ടിയുടെ പേര് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു, ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഈ നെയിം ഓഫ് ഐറ്റം എന്നുള്ള മോഡ് മാറ്റി നമ്മുടെ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു, നമ്മളിവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇവിടെ ജോബ് വർക്ക് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ജോബ് വർക്ക് ചാർജ് അണ്ടർ ഡയറക്റ്റ് ഇൻകത്തിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. GST ആപ്ലിക്കബിൾ എന്നുള്ളത് ആപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് സർവീസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലോക്കൽ സെയിൽസ് ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. റേറ്റ് നമുക്ക് 18% കൊടുത്തു. ജസ്റ്റ് സർവീസിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഒരു എമൗണ്ട് ആണെങ്കിൽ ഒരു 25,000 കൊടുത്തു. ഇവിടെ നമുക്ക് CGST കൊടുക്കാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, GST കൊടുത്തു. ഇവിടെ CGST കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. നെക്സ്റ്റ് SGST കൊടുക്കാം. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു. ഇവിടെ SGSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. നമുക്കതിൻ്റെ പ്രിൻറ്റ് കാണണമെങ്കിൽ നമ്മളിവിടെ പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ പ്രവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ F4 അടിച്ചു. അപ്പോൾ ഈ ഒരു പ്രിൻ്റാണ് നമ്മുടെ പാർട്ടിക്ക് നമ്മൾ അയച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജോബ് വർക്ക് ഇൻ ഓർഡർ പ്രോസസ്സിംഗ് നമ്മൾ ടാലിയിൽ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.